കേരളത്തിലുള്ള ഏറ്റവും ചെറിയ സംഘടനകളിലൊന്നാണ് AMMA എന്ന് പറയുന്ന ഒരു സംഘടന. അതിൻ്റെ മുഴുവൻ പേര് അവരിത് അവകാശപ്പെടുന്നത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു പേരാണ്. കാരണം അതിൻ്റെ ഈ A.M.A എന്ന് പറയുന്ന സംഘടനയുടെ ആദ്യവും A ആണ്, അവസാനവും A ആണ്. അപ്പോൾ അത് നമ്മുടെ ഫിലിം സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾക്കറിയാലോ. സത്യത്തിൽ ഒരേ സൂചിപ്പിക്കുന്നത് അവിഹിത എന്നുള്ളതാണ്. രണ്ടാമത്തെ ലാസ്റ്റത്തെ എയും സൂചിപ്പിക്കുന്നത് അവിഹിതം എന്നുള്ളതാക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്തൊക്കെയാണ് ഈ പറയുന്ന ചെറിയ സംഘടനയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. എത്രത്തോളം മോശപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അൻസിബ ഹസൻ എന്ന് പറയുന്ന ദൃശ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു നടി, അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ AMMAക്കെതിരെ നിരവധി പരാതികൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും അതിലെ ചില താരങ്ങൾക്കെതിരെ. അതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ ടിനി ടോമാണ്. കാരണം അദ്ദേഹം ജിഹാദി ആണെന്നാണ് പറയുന്നത്, ഇവർ മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിരുന്ന ഭാഗ്യത്തിനൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും അദ്ദേഹത്തിൻ്റെ മകനും രണ്ടുപേരും വന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരു മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഉടനെ തന്നെ ജിഹാദി വിളികളും മതം മാറ്റ ആരോപണവും ഒക്കെ അങ്ങോട്ട് പൊലിപ്പിക്കുകയാണ് നമ്മുടെ ടിനി ടോം എന്ന് പറയുന്നത്. അതുപോലെ ഉഷ ഹസീന എന്ന് പറയുന്ന ഒരു നടിക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു ആരോപണം, അവരെയും ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊരു അസംബന്ധമാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ സംഘടനയെക്കുറിച്ച് ഈ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെയോ ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെയോ ഒന്നും സംഘടനയല്ല. ഈവൻ പോട്ടെ, ഇതൊന്നുമല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകൾ നടത്തുന്നുണ്ട്. അതിന് പോലും ഒരു യൂണിറ്റി ഉണ്ട്, ഐക്യമുണ്ട്, കുറച്ചുകൂടി മര്യാദക്കാരായിട്ടുള്ള ആളുകളാണ്, വളരെ നല്ല ആളുകളാണ്. പക്ഷേ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു സംഘടനയല്ല. പകരം ഇപ്പോൾ ഒരു സിനിമയിൽ നിൽക്കുന്നു, പലപ്പോഴും അതിൻ്റെ ഒരു ഗ്ലാമർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ സംഘടനയ്ക്ക് അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം കിട്ടുന്നത്. പിന്നെ നമ്മളെപ്പോലെ നാട്ടിൽ അധികം വിവരമൊന്നുമില്ലാത്ത നിരവധി ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇവർ തിരശ്ശീലയിൽ കാണിക്കുന്ന സ്വഭാവം തന്നെയായിരിക്കും പുറത്തു വന്നാണ്. യഥാർത്ഥത്തിൽ തിരശ്ശീലയിൽ കാണിക്കുന്ന സ്വഭാവവും പുറത്തെ സ്വഭാവവും ഒന്നുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം ഇവർ വെറും ഈ പറയുന്ന പോലെ മോശപ്പെട്ട പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ അവിഹിതം എന്ന് കൂടാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് ജിഹാദി വിളികൾ, പകരം മതം മാറ്റ ആരോപണം, നിരവധി കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അൻസിബ ഹസൻ്റെ ഒരു പ്രതികരണം ഞാൻ ഇന്നലെ കേട്ടിരുന്നു. ആ പ്രതികരണം കേട്ടപ്പോൾ എനിക്ക് ആ കുട്ടി പറയുന്നത് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ രണ്ട് പേരും, അതായത് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും അവരുടെ മകനും പുറത്തു വന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മതം മാറ്റാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കൂടാതെ ഒരു തവണ അദ്ദേഹം നോമ്പെടുത്തിരുന്നു. ആ നോമ്പെടുത്തിരുന്നത് ആർക്കും നോമ്പെടുക്കാം, അല്ലാതെ അൻസിബ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നോമ്പെടുത്തു ലൊക്കേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനം അതാണെന്നാണ് ഒന്ന്. ഇനി അൻസിബ് ചോദിക്കുന്ന ചോദ്യം, ഇവർ രണ്ടുപേരും പുറത്തു വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പെടില്ലായിരുന്നു, ഞാനൊരു രാജ്യദ്രോഹി പോലും ആകില്ലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിച്ചാനെ? ഒന്ന്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അൻസിബ ഹസൻ ഒരു പരാതി എഴുതി അയച്ചിരുന്നു. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടും അവരെക്കുറിച്ച് നിരവധി അവിഹിത കഥകൾ പറയുന്നു എന്നുള്ളതുമായിട്ട് ഉള്ള ഒരു പരാതി എഴുതി അയച്ചിരുന്നു. അപ്പോൾ ആ പരാതി എഴുതി അയച്ചതിന് ശേഷം ആ പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് അൻസിബ ഹസൻ പറഞ്ഞിരുന്നു. അപ്പോൾ അൻസിബ ഹസൻ പറയുന്നതിന് ന്യായമുണ്ട്. രമേഷ് പിഷാരടിയെ പോലെ, അതല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസനെ പോലെ അങ്ങനെയുള്ള നിരവധി ആളുകളെ ചേർത്തുകൊണ്ടിട്ട്, ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ആളുകളെ ചേർത്തുകൊണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം ഈ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും. അപ്പോൾ AMMA എന്ന് പറഞ്ഞ സംഘടന എടുത്തേക്കുന്ന ഏറ്റവും വലിയ നിലപാട് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയൊന്നും ഒരു പരിപാടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, പകരം ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് നിങ്ങളെ കേൾക്കുമെന്നാണ്. ഈ ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ AMMAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഇവിടെ നിന്ന് നിങ്ങളെ കേൾക്കുമെന്നാണ്. ആ കേൾക്കുമെന്ന് പറയുന്നതിൽ അനൗചിത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പരാതി എന്ന് പറയുന്നത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ശ്വേതാ മേനോൻ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അൻസിബ ഹസൻ്റെ അടുത്ത് തന്നെ. അതായത് ഏതാണ്ട് വളരെ കൃത്യമായി ടിനി ടോമിനോടൊക്കെ അനുകൂലിക്കുന്ന ആളാണ്. രണ്ടാമത്തേന്ന് പറയുന്നത്, അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മി പ്രിയയാണ്. അത് നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് അവർ പെരുമ്പാവൂർ സ്ഥാനാർത്ഥിയായില്ല. കാരണം അവർക്ക് വോട്ടുണ്ടായില്ല. അല്ലെങ്കിൽ അവർ 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഗംഭീരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കുകയും ഒരു MLA ആവുകയും ചെയ്തേനെ. പക്ഷേ ജസ്റ്റ് മിസ്, അവർ MLA ആയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും AMMAയുടെ വൈസ് പ്രസിഡൻ്റാണ്.
ഈ വൈസ് പ്രസിഡൻ്റായ സ്ത്രീയാണ് ഈ അൻസിബാസിനെതിരെ ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും 3 മണിക്കൂറോളം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ വനിതാ സെല്ലിൽ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ പിന്നെ ഇതിൽ ഏറ്റവും വലിയ ആരോപണ വിധേയനായിട്ടുള്ള ടിനി ടോം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ മുമ്പിൽ ചെന്ന് ഇവരുടെ ഗ്രീവൻസ് പറയുക, അവർ പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ ഗോവിന്ദസ്വാമി പറയുകയാണ്, ഞാൻ പീഡിപ്പിച്ചവരൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഞാനിവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ തന്നെ ഇവിടെ നിന്ന് നിങ്ങളെ കേൾക്കാം, എന്നിട്ട് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറയുന്നത് പോലെ എത്ര അസംബന്ധമായിട്ടുള്ള കാര്യമാണത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അൻസിബാസിൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് നമുക്ക് ആ പറയുന്ന പോയിന്റിൽ അൻസിബാസിൻ്റെ ഒപ്പം നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം അതാണ് യാഥാർത്ഥ്യം എന്ന് പറയും. പിന്നെ ഇത് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് അതുല്യ എന്ന് പറയുന്ന അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ആ സ്റ്റാഫ് അവിടെ നിന്ന് ചില പ്രശ്നങ്ങളുണ്ടായി പിരിച്ചുവിടപ്പെട്ടിരുന്നു. പിരിച്ചുവിട്ടപ്പെട്ടത് കുക്കു പരമേശ്വരൻ്റെയൊക്കെ ആജ്ഞപ്രകാരം. അവരാണ് ജനറൽ സെക്രട്ടറി. നേരത്തെ ഇടവേള ബാബു വരുന്ന പോസ്റ്റാണ്. കുക്കു പരമേശ്വരൻ്റെ ആജ്ഞപ്രകാരമാണ് അവരെ പിരിച്ചുവിട്ടത്. കൂടാതെ ഉണ്ണി ശിവപാൽ അവരോട് അത്ര നല്ലതല്ലാത്ത രീതിയിൽ മോശമായിട്ടൊക്കെ പെരുമാറി എന്ന് പറയുന്ന ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിന്നെ അതുല്യയെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു. കാരണം പ്രസിഡന്റ് ഇടപെടുന്നു, ശ്വേതാമേനോട് ഇടപെടുന്നു, തിരിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു. ആ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുമ്പോൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഈ അതുല്യയും അവിടുത്തെ ഒരു വാച്ച്മാനായിട്ടുള്ള മുഹമ്മദ് എന്നാണ് അയാളുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ളത് കഥ പറയാൻ വേണ്ടി കുക്കു പരമേശ്വരൻ പറഞ്ഞിരുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കിടെ തുടക്കമിടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു നിർബന്ധിക്കുകയും അതുല്യയെ മോശക്കാരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വ്യാപിച്ചിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വന്നേക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ CCTVയിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ള സൗണ്ട് ബൈറ്റുകളൊക്കെ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുക്കു പരമേശ്വരൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെ വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഒരൊറ്റ കാര്യമുള്ളൂ, ഇതാകെ ഈ പറയുന്ന പോലെ നാറ്റ കേസുകളാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ടിനി ടോം മറ്റേ വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇത്തരം കേസുകളൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് തന്നെ അറിയാം ഇത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണെന്ന്. പക്ഷേ നമുക്കാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറ്റുന്നത്. ആ തെറ്റുകൾ പറ്റുന്നതിൻ്റെ കാരണം തിരശ്ശീലയിൽ ഇവരെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെയൊക്കെ സ്വഭാവം തന്നെയാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ലെന്നും അത് ഏതാനും മിനിറ്റുകളും മണിക്കൂറുകളും നീണ്ടു നിൽക്കുന്ന അഭിനയം മാത്രമാണെന്നും യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഇതുപോലെയുള്ള കുശുമ്പും കുന്നായ്മയും മാത്രമല്ല, വൃത്തികെട്ട സംഭാഷണങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് എന്തും പറയാൻ മടിക്കാത്ത, എന്ത് രീതിയിലും അവരെ ടാർഗറ്റ് ചെയ്യാൻ മടിക്കാത്ത, ഒട്ടും തന്നെ ജനാധിപത്യമില്ലാത്ത രീതിയിലുള്ള ഒരു സംഘടനയാണ് ഇതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 504 പേരുടെ ക്ലബിനെക്കുറിച്ച് പ്രിയപ്പെട്ട മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാതിരുന്നതിന് പണി തരും. പക്ഷേ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കാഴ്ചക്കാരുള്ളിടത്തോളം അവരെ സംബന്ധിച്ച് റേറ്റിംഗ് ആണ് പ്രശ്നം. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള നടികളൊക്കെ തമ്മിലൊരു അടിയുണ്ടാകുമ്പോഴത്തേക്കും അതിൽ വളരെ സന്തോഷം അവർക്കാണ്. എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്തകൾ കിട്ടാനായിട്ട് ശ്രമിക്കും, അവരുടെ റെസ്പോൺസസ് കിട്ടാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ അതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം, ഇനിയും പല കഥകൾ വരും, ഇനിയും പല സിനിമകൾ വരും. ആ സിനിമകളിലേക്ക് ഇവരഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ കണ്ട് ഇവർ മഹാമനസ്കരായിട്ടുള്ള വളരെ ഈ പറയുന്ന പോലെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ടായിരിക്കും. പ്രത്യേകിച്ച് നായകനോ നായികയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അവതരിപ്പിക്കപ്പെടുക. അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നതെന്ന് കേട്ട് നിങ്ങളിത് വിചാരിച്ച് കളയരുത്. പിന്നെ ഈ സംഘടനയിലൊക്കെ വലിയ പണമുണ്ട്, അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു AV ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സരയുവിൻ്റെ ഭർത്താവിന് 2.5 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പലപ്പോഴും യാത്രകൾ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് പോയതിന് 1.5 ലക്ഷം രൂപയാണ്, പാലക്കാട് പോയതിന് 1,10,000 രൂപയാണെന്നൊക്കെയുള്ള കണക്കുകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് സംഘടനയെ കൂടി ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത്. പിന്നെ തിരക്കുള്ള ആരും ഇവിടെ വരുന്നില്ല. ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ പൃഥ്വിരാജൊന്നും ആ പടി പോലും കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, AMMയുടെ ഓഫീസിൻ്റെ. അപ്പോൾ അത്രയും നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവരുടെയൊക്കെ സിനിമകൾ വരുമ്പോൾ സിനിമകളൊക്കെ നമുക്ക് ആസ്വദിക്കാം, കണ്ടിരിക്കാം, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്, ചെറിയ കാശ് കൊടുത്ത് കിട്ടുന്ന വലിയൊരു എൻ്റർടൈൻമെൻറ്റാണ്, അതൊന്നും തെറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം അതേ ക്യാരക്ടറും അതേ സ്വഭാവവും ഒക്കെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരുന്നാൽ പിന്നെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനയുടെ പേര് മാറ്റുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേട്ടാൽ മതി. നമ്മുടെ പുതിയൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.
ആ ചാനലിൽ നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റ് 2021 അധികാരത്തിലേക്ക് പിണറായി വിജയൻ വരുമ്പോൾ 2% വോട്ടുകൾ 16-നേക്കാൾ കൂടുതലും അതുപോലെ തന്നെ 8 സീറ്റുകൾ കൂടുതലും മേടിച്ചുകൊണ്ടാണ് വന്നത്. അന്നൊരു കരുതൽ വിജയനായിരുന്ന വളരെ കരുത്തനായ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് പതുക്കെ സ്ലോലി തകർത്തത് എന്നുള്ളതിനെക്കുറിച്ച്, അതിന് പുറകിൽ നടന്നിട്ടുള്ള മാധ്യമ രാഷ്ട്രീയ ഗൂഢാലോചനകളെക്കുറിച്ച് കേരളത്തിൽ ആരും തന്നെ പറയാത്ത ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ ഇനി ആ ചാനലിൽ വരുന്നുണ്ടാവും. ഒരു മാസത്തിൽ 2-3 എണ്ണമെങ്കിലും വരുന്നുണ്ടാവും. അപ്പോൾ അത് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുമൊക്കെ നമുക്ക് വളരെ ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മളുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള ഏത് എമൗണ്ടുകൾ എടുത്തുകൊണ്ടും മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇത് രണ്ടും ചെയ്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്. മെമ്പർഷിപ്പൊക്കെ എടുത്താൽ അതിനപ്പുറത്തേക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു വഴി മാത്രമായിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മുടെ ചാനലിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്. മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പൊതുബോധത്തിനും അപ്പുറം എന്നാണ്. ഇവിടെയുള്ള ചാനലുകളും അതുപോലെ സാറ്റലൈറ്റ് മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയും ഒക്കെ കൂടി പണം മേടിച്ചുകൊണ്ട് നിങ്ങളിൽ ഉണ്ടാക്കുന്ന തെറ്റായിട്ടുള്ളൊരു പൊതുബോധത്തിൻ്റെ നിർമ്മിതികളുണ്ട്. അതിനെതിരെയുള്ള ഒരു ചെറിയ ഫൈറ്റ് കൂടിയാണ് ഈ ചാനൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റ് രീതിയിലൊക്കെ ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ വീഡിയോകൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അത്തരത്തിൽ വീഡിയോകൾ കാണാൻ മറ്റ് ചാനലിൻ്റെ പേരൊരിക്കൽ കൂടി പറയാം. അത് നിങ്ങൾ മറക്കരുത്, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.